ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 10 മണി ചെടികളുടെയും 8 മണി ചെടികളുടെയും റീപോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ്. നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 10 മണി ചെടികളുടെ മഴക്കാല സംരക്ഷണത്തെ പറ്റി. അന്ന് നമ്മൾ ഒരുപാട് തൈകൾ ചെറിയ ചിരട്ടയിലും ഒക്കെ നമ്മൾ ഹാങ് ചെയ്തിടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ ചെടികളെല്ലാം തന്നെ വളർന്നിട്ടുണ്ട്. അപ്പം അത് റീപോർട്ട് ചെയ്യേണ്ട സമയമാണ്. റീപോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം വളങ്ങളാണ് കൊടുക്കേണ്ടത്, പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനെപ്പറ്റിയെല്ലാം ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേറെ ഒന്നുമല്ല, നമ്മുടെ മഴക്കാലമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 10 മണികളെല്ലാം ഇനി ഇതേപോലെ മഴ നനയാതെയൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് നല്ലൊരു പൊട്ടി മിക്സ് ഉണ്ടാക്കി അതിനകത്ത് നടേണ്ട സമയമായിട്ടുണ്ട്. എന്നാലാണ് ഒരു മാസം കൂടി കഴിയുമ്പോൾ നമ്മുടെ മഴ ഏകദേശം തീരെ കണ്ട് നമുക്ക് ധാരാളം പൂക്കൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന 10 മണികളെല്ലാം ഞാനിതിനു മുമ്പ് പല വീഡിയോസിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്ന ടിപ്സ് പ്രകാരം മഴയത്തുനിന്ന് മാറ്റി നമുക്ക് പുതിയ ചെടികളാക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ചെടികളാണ്, 10 മണികളാണ്. എൻ്റെ കയ്യിലുള്ള 10-20ഓളം വെറൈറ്റി കളേഴ്സ് ഞാൻ ഒറ്റ കളർ പോലും പോകാത്ത രീതിയിൽ ഇതുപോലെ ചിരട്ടയിൽ നട്ട് അന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു. ആ വീഡിയോ കണ്ട് ഒത്തിരി പേര് ഇഷ്ടം അറിയിച്ചു. അതുപോലെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അറിയിച്ചിരുന്നു. അപ്പോൾ പിന്നെ മാത്രമല്ല, 10 മണികളുടെ ഇതേപോലെയുള്ള കൂമ്പുകളെന്നുള്ളിൽ നമ്മൾ നട്ട് നല്ലോണം ഇതേപോലെ ശാഖകൾ വന്ന് നമുക്ക് ഓരോ സീസണിലും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോയും കൂടി ചെയ്തിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാൻ അന്ന് ആ വീഡിയോയിൽ കാണിച്ച അതേ ഹാങ്ങിങ് ആണ് ഇതൊക്കെ. കണ്ടോ, എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്, 10 മണികളും 8 മണികളും എല്ലാം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഐഡിയ ചെയ്തതുകൊണ്ട് കണ്ടോ, ഒറ്റെണ്ണം പോലും എൻ്റെ നശിച്ചു പോയിട്ടില്ല. ഇനി ധാരാളം ചട്ടികളിലേക്ക് ഇത് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ 10 മണികളെല്ലാം പോട്ടി മിക്സിലേക്ക് മാറ്റുന്ന ഞാൻ ചെയ്യുന്ന രീതികളും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മഴക്കാലത്തുനിന്ന് സംരക്ഷിച്ച് ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന 10 മണി ചെടികളാണ് കേട്ടോ. ഇതിനകത്ത് എല്ലാത്തരം കളറുകളും ഉണ്ട്. പക്ഷെ പൂക്കളില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഏതൊക്കെ കളറാണെന്ന് അറിയില്ല. എങ്കിലും ഞാനിതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകൾ നോക്കിയെടുത്ത് വേറൊരു പോട്ടി മിക്സിലേക്ക് ഹാങ്ങിങ് ബോട്ടിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. 10 മണി നടാനായിട്ട് പോട്ടുകൾ എടുത്തിട്ടുണ്ട്. പഴയ പോട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ വർഷവും നമ്മൾ പുതിയത് വാങ്ങണമെന്നില്ല. പഴയ ചട്ടികൾ ഇതിപ്പോൾ കുറച്ചും കൂടി കളറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇത് ഡിമ്മായി പോയിരുന്നെങ്കിൽ ഞാൻ വേറെ പെയിൻറ്റ് അടിച്ചേനെ കേട്ടോ. ശരിക്കും പ്ലാസ്റ്റിക്കുമ്പോൾ നിൽക്കുന്ന പെയിൻറ്റുകൾ നമുക്ക് ചീപ്പ് റേറ്റിന് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ചട്ടികൾ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ നട്ട അതേ ചട്ടികൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ചെങ്കൽ മണ്ണ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. ചെങ്കൽ മണ്ണില്ലേ, ചുവന്ന മണ്ണ്, അതില്ലാന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. സാധാരണ തൊടിയിലെ മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി എല്ലാം ചേർത്ത് മിശ്രിതം ഞാൻ തയ്യാറാക്കി നേരത്തെ വെച്ചിരുന്നതാണ്. അപ്പോൾ എപ്പോഴും മിശ്രിതം തയ്യാറാക്കി വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ അപ്പോൾ നമ്മൾ ചെടി നടാൻ നേരത്തെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ചൂട് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ചെടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മിക്സ് ചെയ്ത് നേരത്തെ വെച്ചിരുന്നതാണ്. ചാണകപ്പൊടി ഉണ്ട്, അതുപോലെ നമ്മുടെ തൊടിയിലെ മണ്ണുണ്ട്, കുറച്ച് എല്ലുപൊടി ഉണ്ട്. വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും. കുറച്ച് സാഫും കൂടി ചേർത്ത് ഞാൻ വെച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് മണലൊന്നും ചേർക്കണമെന്നില്ല. അതുപോലെ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്തിട്ടാന്നോർത്ത് ഒരു കുഴപ്പമില്ല. ഞാനിതിനകത്ത് ചകിരിച്ചോറ് ചേർത്തിട്ടില്ല. അതിന് പകരമായിട്ട് ഞാൻ ചട്ടികളിലേക്ക് എടുക്കുന്നത് ഇതേപോലെയുള്ള നമ്മുടെ പറമ്പിൽ നിന്ന് അടിച്ചു വാരിയ ചവറ്. അതുപോലെ അത് ചവറില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ചകിരി ഉണ്ടെങ്കിൽ, അതുപോലെ ഈ തേങ്ങയൊക്കെ പൊതിച്ചതിൻ്റെ തൊണ്ടുണ്ടെങ്കിൽ നമുക്കിത് മുറിച്ച് നമുക്ക് ചട്ടിയിലിട്ടാലും മതി. കാരണം 10 മണിക്ക് ഒരിക്കലും നമ്മൾ കൂടുതൽ മണ്ണ് വേര് താഴത്തേക്ക് പോകുന്ന പ്രതലം വേണ്ട. കാരണം അത് നാര് പോലെയുള്ള കുഞ്ഞി ചെടിയാണ്. അതിന് ഇങ്ങനെ ചെറിയൊരു നാര് പോലത്തെ വേരുണ്ടാവുള്ളൂ. അപ്പോൾ അത് നല്ല സ്പ്രെഡായിട്ട് പോകാനായിട്ട് പറ്റിയൊരു പ്രതലമാണ് വേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ചട്ടി എടുത്തു, അത് കുറച്ച് മണ്ണിട്ടു, അതിനുശേഷം
നമ്മുടെ ഈ ഇത് വെക്കുക. ഈ ചവർ ഇപ്പം മിക്ക ചെടിച്ചട്ടികളിലും ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. കാരണം തൂക്കുചട്ടിക്ക് അധികം വെയിറ്റ് കൂടിപ്പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ വലിയ വെയിറ്റോടുകൂടി തൂക്കിയിടുന്ന സ്ഥലവും നമുക്ക് കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് ചട്ടിക്കും കേടാണ്. അപ്പോൾ അതുകൊണ്ട് ലോ വെയിറ്റിൽ നമ്മൾ ഇതേപോലൊരു മിശ്രിതം തയ്യാറാക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ലതാണ്. അതിനുശേഷം കുറച്ചും കൂടി മണ്ണിട്ട്, അധികം മുകളിലേക്ക് മണ്ണിടണമെന്നില്ല കേട്ടോ. കാരണം 10 മണി മുകളിലേക്ക് വളർന്നു വരികയല്ലേ. നന്നായിട്ട് ഒതുക്കി മണ്ണൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ 10 മണികൾ നടാം. ഇതാണ് എൻ്റെ ഈ തവണത്തെ 10 മണികൾ നടുന്നതിൻ്റെ പോട്ടി മിക്സ് കേട്ടോ. അതുപോലെ ഈ ചവറ് കിട്ടാനില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് ചേർക്കാം. മണ്ണിൽ പോട്ടി മിക്സിൽ കുറച്ച് ചകിരിച്ചോറ് ചേർത്താൽ നല്ലതായിരിക്കും. കാരണം വേനലാണ് വരുന്നത്. നടാനുള്ള 10 മണി അതുപോലെ 8 മണി ഞാൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് നടുമ്പോൾ നല്ല ഉഷാറായിട്ട് വന്നോളൂ. അതുപോലെ നമ്മൾ ഇതുപോലെ പറിച്ചെടുക്കുന്ന ഈ ഒരു ചുവട് അങ്ങനെ തന്നെ നമ്മൾ ചട്ടിയിലേക്ക് വെക്കാൻ നോക്കരുത്. കാരണം ഒത്തിരി ചെടികൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഒത്തിരി തണ്ടുകൾ നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റും. ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്ന് അത് ആകെ ഭംഗിയില്ലാതെ ആയി പോകും. അപ്പോൾ എപ്പോഴും നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലുള്ള ചെടി നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കുക. ഇത് ധാരാളം നമുക്ക് ചട്ടിയിൽ നിറഞ്ഞുണ്ടാവുകയും ചെയ്യും. കുറേ ചെടി കിട്ടുകയും ചെയ്യും. ഒരു ചെറിയ തണ്ട് മതി നമുക്ക് ഒത്തിരി ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കുക. നമുക്ക് ഒരു കളർ റെയർ കിട്ടിയാൽ തന്നെ, ഒരു ചെറിയ തണ്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ നടാൻ നോക്കുക കേട്ടോ. പിന്നെ ചുവട് നമ്മൾ കളയണ്ട. അതിനുശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൽ കുറച്ച് കൂടുതൽ തണ്ട് അടുപ്പിച്ച് നടുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വരും. അതിനുശേഷം നമ്മളിത് ഒത്തിരി വളർന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂമ്പൊക്കെ ഒന്നും നമ്മൾ നുള്ളിക്കളയാതെ ഞാൻ ഇത് റെഡി ആയതിനു ശേഷം അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒത്തിരി ചെടികൾ ഒരു തണ്ടിൽ നിന്ന് തന്നെ ഒത്തിരി നമുക്ക് നടാൻ കിട്ടുകയും ചെയ്യും. അതുപോലെ ചട്ടിയിൽ നല്ല ബുഷിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ ഈ പൂ നുള്ളി കളയണം കേട്ടോ. മുട്ട് ഇതുപോലെ നുള്ളി കളഞ്ഞ് നടന്നു തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതിന് ഒത്തിരി ശാഖകൾ പൊട്ടിമുളയ്ക്കും ഒത്തിരി വരും. അപ്പോൾ ഇതേപോലെയുള്ള കഷ്ണങ്ങൾ നമ്മൾ നടാൻ നോക്കുക. അപ്പോൾ ഒരു ചട്ടിയിൽ നമ്മൾ ഒന്നിലധികം തണ്ടുകൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ആ കൂമ്പിൽ മുട്ട് വരുന്നുണ്ടെങ്കിൽ തുടക്കത്തിലുള്ള മുട്ടൊക്കെ നമ്മൾ നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വളർന്നു വരുമ്പോൾ നല്ല ബുഷിയായിട്ട് നിറച്ച് പൂക്കളുണ്ടായിക്കോളും. അപ്പം ഇങ്ങനെ ഒന്ന് നടാൻ നോക്കുക കേട്ടോ. നമ്മൾ 10 മണി നട്ടതിന് ശേഷം പിറ്റേ ദിവസം തുടങ്ങിയ മഴയാണ്. 2 ആഴ്ച നിർത്താതെ മഴ പെയ്തു. എങ്കിലും നമ്മുടെ 10 മണികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ പോട്ടി മിക്സ് നിങ്ങൾ കാണിച്ചല്ലോ. നമ്മുടെ ഹാങ്ങിങ് പോട്ടിൽ നമ്മളധികം വെയിറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിച്ചു വാരുന്ന ചവറുകളോ അല്ലെങ്കിൽ പുല്ല് ഉണക്കിയതോ ഒക്കെ നമുക്ക് ചേർക്കാമെന്ന്. അപ്പം ഞാൻ അതിൻ്റെ ഒരു പ്രോഗ്രസ് നിങ്ങളൊന്ന് കാണിക്കുകയാണ്. ഇത് കണ്ടല്ലോ, ഞാനത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ അന്ന് നട്ട ചെറിയ കമ്പുകൾ. ഇതിൻ്റെ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മണ്ണൊക്കെ കണ്ടോ, നല്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അടിയിൽ ഇട്ടത് ഇതേപോലെയുള്ള കരിയിലകളാണ് കണ്ടോ. ഇതുപോലെയുള്ള ചപ്പ് ചവറുകളാണ്. അതായത് അഴുകി പോകുന്ന ഇലകളും പുല്ലും കണ്ടോ. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ കമ്പുകളാണ് കുത്തി കൊടുത്തത്. നിങ്ങൾക്ക് നോക്കിയേ ഉണ്ടോ, അതിൻ്റെ വേരുകളൊക്കെ ഒത്തിരി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും 2 ആഴ്ചയും പെരുമഴയത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് മഴ കൊള്ളാതെ മാറ്റി വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മഴയത്ത് തന്നെ ഇരുന്നെങ്കിലും നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തൂക്കുചട്ടിയിൽ നടുന്നവർ ഇതുപോലെ, അല്ലെങ്കിൽ വലിയ ചട്ടികളിൽ നടുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മണ്ണ് അധികം ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് 10 മണി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മുടെ 10 മണികൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ കണ്ടോ, കുറച്ച് ഇലകളൊക്കെ വന്ന് വേരുകൾ പിടിച്ചു എന്ന് കണ്ടാൽ നമുക്ക് ഇതിന് ഒരു അല്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ഒന്നും കൂടി ഹെൽത്തി ആവും. ആ തണ്ടുകൾക്കൊക്കെ നല്ല എന്താ പറയുക വണ്ണം വയ്ക്കും. അതനുസരിച്ച് ഇതിൻ്റെ മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ ഞാൻ ഇത് ഇടുന്നത് നമ്മുടെ ഉണക്ക ചാണകപ്പൊടിയാണ് കണ്ടോ. ഉണക്ക ചാണകപ്പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് വാങ്ങിച്ചതാണ്. കാരണം ഇപ്പോൾ എവിടെ നിന്ന് ചാണകം കിടന്നാലും നനഞ്ഞ ചാണകമാണ്. പക്ഷേ ഇത് ഉണക്ക ചാണകപ്പൊടി നമുക്ക് വാങ്ങാൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഈ ചാണകപ്പൊടി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി.
ഇനി ഇത് നനയ്ക്കുമ്പോൾ ആ ചാണകപ്പൊടിയുടെ ആ ഒരു എന്താ പറയുക വളമൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ആ ചവറും അതെല്ലാം കൂടി ചീഞ്ഞ് ആ വളവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല രീതിയിലുള്ള പൂക്കളും ഒക്കെ കിട്ടാനായിട്ട് ഏറ്റവും നല്ല സൂപ്പർ ഐഡിയ ആണിത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. ഇങ്ങനെ നട്ടതിന് ശേഷം നല്ല ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ ഇടാൻ നോക്കുക കേട്ടോ. 10 മണികൾ നട്ടതിന് ശേഷം ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. മഴ ഈ 1 മാസം നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ കഴിഞ്ഞപ്പോഴേക്കും 10 മണികളെല്ലാം എടുത്ത് മഴ നനയാതെ ഇതേപോലെ നമ്മുടെ സ്റ്റാൻഡുകളിൽ ഹാങ് ചെയ്തിട്ടു. നല്ല ഉഷാറായിട്ടോ. 8 മണികളൊക്കെ നട്ടു. സിൻഡറിലേക്ക് അന്ന് നട്ടത് നിങ്ങളെ കാണിച്ചെന്താണ് കണ്ടോ. ആ പ്ലാന്റ്സൊക്കെ ഇരിക്കണമെങ്കിൽ എന്ത് നല്ല ഹെൽത്തി ആയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഇനി ഉഷാറായിട്ട് തന്നെ വന്നോളും. മഴ ഒന്ന് മാറുന്നതോടുകൂടി നിറച്ച് പൂക്കളായിക്കോളൂ കേട്ടോ. ഇതെല്ലാം നല്ല ഹെൽത്തിയായി. ഞാൻ നിങ്ങൾ നട്ട് കാണിച്ചു തന്നതാണ്, അതുപോലെ നട്ടതാണ് ഉണ്ടല്ലോ. ഇനി ഇത് നിറയെ നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക ഹെൽത്തി ആയിട്ട് വന്ന് നിറച്ച് മുട്ടുണ്ടായിക്കോളും. ഇനി ഇതൊരു കുറേയും കൂടി വളർന്നതിന് ശേഷം നമ്മൾ ഒത്തിരി ബുഷിയായി മുട്ട് ഉണ്ടായി തുടങ്ങിയിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് കത്രിക ഉപയോഗിച്ച് ഇത് ഒന്നും കൂടി ഹെൽത്തി ആയതിനു ശേഷം ഒന്ന് വെട്ടി നിർത്തുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. എന്നാലും ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് 10 മണികൾ 8 മണികളൊക്കെ നടാൻ നോക്കുക. നമ്മുടെ പോട്ടി മിക്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നല്ല റിസൾട്ടാണ്. നമുക്ക് അധികം മണ്ണിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഭംഗിയായിട്ട് കിട്ടുന്ന ഒരു പോട്ടി മിക്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 10 മണികളുടെയൊക്കെ സമയമായി, പൂക്കളൊക്കെ ഉണ്ടായി വരുന്ന ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് നട്ട് നിങ്ങളുടെ വെറൈറ്റി 10 മണികളെല്ലാം ഉഷാറാക്കുക കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ, ഷെയർ ചെയ്യുക. ഓക്കെ.